ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ ലോക ബഹിരാകാശ വാരം, ഒക്ടോബർ 4 ലോക മൃഗക്ഷേമ ദിനം, ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം, ഒക്ടോബർ 15 ആഗോള കൈകഴുകൽ ദിനം, ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനം, ഒക്ടോബർ 24 ലോക വികസന വിവര ദിനം, ഒക്ടോബർ 29 ലോക അന്താരാഷ്ട്ര ഇന്റർനെറ്റ് ദിനം. നമുക്കറിയാം ഓരോ മാസം 12 മാസങ്ങളുണ്ടല്ലോ അല്ലെ. ഈ ഒക്ടോബർ മാസം എന്ന് പറഞ്ഞാൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രാധാന്യമുള്ള മാസമാണ്. കാരണം നോബൽ സമ്മാനങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഈ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ നോബൽ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുക ഒക്ടോബർ മാസത്തിലാണ്. കൂടാതെ ബഹിരാകാശ വാര നമ്മൾ ആചരിക്കുന്നതും ഒക്ടോബർ മാസത്തിലാണ്. ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ആകാശത്ത് ഒരുപാട് വിസ്മയങ്ങൾ നമുക്ക് ഒരുക്കുന്നുണ്ട്. നമുക്ക് രാത്രി പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, വാനനിരീക്ഷണമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊരു ഓർമ്മയുണ്ട്. രാത്രി നമ്മൾ ക്യാമ്പൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അല്ലെങ്കിൽ രാത്രി അഭയത്തിൽ ഓരോ ആഘോഷമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് രാത്രി ഇപ്പോൾ നമ്മൾ നേരത്തെ റൂമിലൊക്കെ കയറും, പക്ഷെ രാത്രി ആകാശത്ത് നോക്കിയാൽ കാണാം. നമുക്ക് എന്തിനൊക്കെ ആകാശത്ത് കാണാൻ പറ്റും? നക്ഷത്രങ്ങളെ കാണാൻ പറ്റും, പിന്നെ അമ്പിളിമാമനെ കാണാൻ പറ്റും, പിന്നെ ഉൽക്കകൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വാൽനക്ഷത്രങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? വാൽനക്ഷത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒക്ടോബർ മാസത്തിൽ 21-ാം തീയതി 3 വാൽനക്ഷത്രത്തെ കാണാൻ പറ്റും എന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഒരു ഒക്ടോബർ മാസത്തിൽ 21, കാരണം ഒക്ടോബർ മാസത്തിൽ 21 ചന്ദ്രന്റെ പ്രകാശം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഈ കണ്ണുകൾ കൊണ്ട് തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന പറയുന്നത്. സ്വാന്, സി 2025 A6, അറ്റ്ലസ്, ഈ 3 വാൽനക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്ന പറയണേ. അപ്പൊ കഴിയുന്ന ആൾക്കാരൊക്കെ ഒക്ടോബർ 21 എന്ത് ചെയ്യാം? രാത്രി ഒന്ന് നോക്കി നോക്കുക കാണാൻ പറ്റുന്നുണ്ടോന്ന്. രാത്രി വെറുതെ ആകാശത്ത് നോക്കി കാണാൻ പറ്റുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാൻ കാണാൻ പറ്റുന്നുണ്ടോന്ന്. അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തില് ഈ നമ്മുടെ ഭൂമി ചന്ദ്രന്റെ അടുത്ത് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ചന്ദ്രൻ ഭൂമിയുടെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാസത്തിലെ പൗർണമി എന്ന് പറയുമ്പോൾ ചന്ദ്രൻ നല്ല പ്രകാശം ഉണ്ടാവും, അതുപോലെ നന്നായിട്ട് വലുതായിട്ടും കാണുന്ന പറയുന്നത്. കൂടാതെ ഈ ബുധന് സൂര്യനിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്ന ഒരു മാസമാണ് ഈ മാസം. അപ്പൊ ബുധനെ നമുക്ക് വൈകുന്നേരങ്ങളിൽ നമ്മുടെ നക്ഷത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ ഈ ബഹിരാകാശ വാരം ഉദ്ദേശിക്കുന്നത് ശാസ്ത്രപരമായിട്ടുള്ള ബഹിരാകാശ ശാസ്ത്രത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ബോധം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കി തരിക എന്നാണ് ഈ ഒരു വാരത്തിന്റെ ലക്ഷ്യം. ഓരോ വിഷയം ഉണ്ടാവും ഓരോ വർഷം. 2025 വിഷയം എന്ന് പറഞ്ഞാൽ ലിവിങ് ഇൻ സ്പേസ് എന്നാണ്. നമുക്ക് നോക്കി നോക്കാൻ പറ്റുകയാണെങ്കിൽ 21-ാം തീയതി രാത്രി വാനനിരീക്ഷണം കഴിയുന്നവരൊക്കെ ഒന്ന് ആകാശത്ത് നോക്കി നോക്കുക. ചിലപ്പോൾ വാൽനക്ഷത്രം പോണൊക്കെ കാണാൻ പറ്റും. എല്ലാവർക്കും കാണാൻ പറ്റുമോന്ന് അറിയില്ല, പക്ഷെ നോക്കി നോക്കുക, ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെയാണ് നോബൽ സമ്മാനങ്ങൾ പറഞ്ഞു. വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് മേരി ഇ ബ്രങ്കോ, ഫ്രെഡ് റോംസ്ഡെൽ, ഷിമോൺ സക്കാഗുച്ചി എന്നിവർക്ക് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന വിഷയത്തിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ രസതന്ത്രം അഥവാ കെമിസ്ട്രിയിൽ സുമ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എൻ യാഗി എന്നിവർക്ക് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനും, അതുപോലെ ഭൗതിക ശാസ്ത്രം ഫിസിക്സിൽ ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച്, പിന്നെ ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനിസ് എന്നിവർക്ക് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ പുരോഗതിക്കും നിർണായകമായ കണ്ടെത്തലുകൾ നടത്തിയതിനും നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ തന്നെ തലശ്ശേരിക്കാരനായിട്ടുള്ള ഒരു 13 വയസ്സുകാരുണ്ട്. പേര് ഹേബൽ അൻവർ. പേപ്പർ വായിച്ച ആരെങ്കിലും ഹേബൽ അൻവറിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? പേപ്പർ വായിച്ചപ്പോ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഫോണിലെങ്ങാനും കണ്ടിട്ടുണ്ടായിരുന്നു? അപ്പൊ വാർത്തയിലൊക്കെ നിങ്ങൾ വാർത്ത കാണുന്നുണ്ടോ? വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഹേബൽ അൻവർ. കൃഷ്ണേട്ടൻ അയച്ചുതരാ ചെയ്ത വാർത്ത. അതിനുശേഷം ഞാൻ യൂട്യൂബിൽ വെറുതെ ഹേബൽ അൻവർ അടിച്ചു നോക്കിയപ്പോ തന്നെ ഒരുപാട് ഇന്റർവ്യൂ ആ കുട്ടിയുടെ കാണാൻ പറ്റി. ഹേബൽ അൻവർ എന്നാണ് ആ കുട്ടിയുടെ പേര്. 13 വയസ്സുള്ളൂ, വെറും 13 വയസ്സുള്ള കുട്ടി. ആ കുട്ടി 2ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ എന്ന് പറയുന്നത്.
ആ കുട്ടിക്ക് എന്താ പഠനത്തിൽ പിന്നോട്ടാണ് അല്ലെങ്കിൽ പഠന വൈകല്യമാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ എന്ത് ചെയ്തു, ആ കുട്ടി അതിനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കോച്ചിങ് കൊടുത്തു. അതുപോലെ പഠിക്കാൻ വെയിറ്റുള്ള ഒരു എന്താ പഠന വൈകല്യമുള്ള കുട്ടിയായിട്ട് ചിത്രീകരിച്ചു. ആ കുട്ടിക്ക് ഇന്ന് അമേരിക്കയിലെ ജോർജ് മേസൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മെർക്കേറ്റസ് സെന്റർ നൽകുന്ന 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ്. എന്തിന്? ഒരു വൈറ്റ് ഹോൾ സിദ്ധാന്തം പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കണ്ടുപിടിച്ചതിന്. ആ കുട്ടി തണുത്ത ഐസ് വെള്ളം കുടിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് അപ്പം തോന്നിയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് ആ കുട്ടി ഒറ്റയ്ക്ക് കണ്ടുപിടിക്കുകയാണ് എന്താ അതിൻ്റെ സംഭവം. അങ്ങനെ അതിൻ്റെ പേരിൽ ക്വാണ്ടം റിലേറ്റിവിറ്റി, ആബേലിയൻ ബൗണ്ടറി, സൂപ്പർ സ്ട്രിംഗ് തിയറി, മാറ്റർ തിയറി എന്നീ 4 വിഷയങ്ങളിൽ പ്രബന്ധം തയ്യാറാക്കി. ഇതിൽ മാറ്റർ തിയറിക്കാണ് ഈ 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വെറും 13 വയസ്സുകാരനായിട്ടുള്ള കുട്ടി, വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു, പഠിക്കാൻ തീരെ താല്പര്യമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് താഴ്ത്തി കൊണ്ടുവന്ന കുട്ടിയാണ് ഇത്രയും വലിയൊരു കണ്ടുപിടുത്തം നടത്തിയത്. ആ കുട്ടിക്ക് ഇപ്പോൾ ആഗ്രഹം ലോകത്ത് അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായി മാറണം എന്നാണ്. അപ്പോൾ ആ കുട്ടിനോട് ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, ഇത് ഇങ്ങനെ വീട്ടുകാരോട് പറഞ്ഞിരുന്നോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞാൽ അവർ പറയുക ഈ ഗെയിം കളിക്കല്ലേ എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, കുട്ടി അടക്കം ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയാണ്. അപ്പോൾ പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രത്തിൽ വരുന്നുണ്ട്. ഈ വൈറ്റ് ഹോൾ തിയറി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾ തിയറിയുടെ ഒരു ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ വിപരീതമാണ് വൈറ്റ് ഹോൾ തിയറി എന്ന് പറഞ്ഞാൽ. ബ്ലാക്ക് ഹോൾ തിയറിയിലാണെങ്കിൽ എല്ലാം ഉള്ളിലേക്ക് വലിച്ചെടുക്കും, പുറത്തേക്ക് ഒന്നും പോകുന്നില്ല. പക്ഷെ വൈറ്റ് ഹോൾ തിയറി നേരെ വിപരീതമാണ്. അപ്പൊ എങ്ങനെയാവും? ബ്ലാക്ക് ഹോളിൽ എല്ലാം വലിച്ചെടുക്കുന്നുണ്ട്, പുറത്തേക്ക് ഒന്നും പോകുന്നില്ല. അപ്പൊ വൈറ്റ് ഹോൾ എങ്ങനെയായിരിക്കും? പുറത്തേക്ക് പോവും, അകത്തേക്ക് ഒന്നും വലിച്ചെടുക്കില്ല. ചേച്ചി പറഞ്ഞു. അപ്പൊ എന്താണ് വൈറ്റ് ഹോൾ എന്ന് പറഞ്ഞാൽ? അപ്പൊ നേരെ തിരിച്ചാണ്. അതില് ദ്രവ്യം, പ്രകാശം, ഊർജം എന്നിവയൊക്കെ പുറത്തേക്ക് വിടും, പക്ഷെ അകത്തേക്ക് ഒന്നും വരില്ല. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കണ്ടെത്തലുകളൊന്നും ഇല്ല. അപ്പൊ അതിനൊരു കാലെടുത്ത് വെച്ചിട്ടാണ് ഈ അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുട്ടി. അപ്പൊ ആ കുട്ടിക്ക് എന്ത് ചെയ്യാണ്, സ്കോളർഷിപ്പ് ലഭിച്ചിട്ട് അതിന് കൂടുതൽ പഠിച്ച് അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു ഇതൊക്കെ വരുത്താൻ ഭാവിയിൽ നമുക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ ഉണ്ടാവും, ഈ ഒരു തിയറിനെ കുറിച്ചിട്ട്. പിന്നെ നമുക്കറിയാം ക്യാൻസർ അല്ലേ. എന്താ ക്യാൻസർ? ക്യാൻസർ മാരകമായിട്ടുള്ള ഒരു അസുഖമാണ് അല്ലേ. നമ്മള് ക്യാൻസർ സെല്ല്, ഒരു സെല്ല് വന്നിട്ട് പെരുകിയിട്ട് നമ്മൾ ആ ശരീരത്തിന് ഫുള്ള് ഇല്ലാണ്ടാക്കണം. ഫസ്റ്റ് സ്റ്റേജിലൊക്കെ വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെയെങ്കിലും ചികിത്സിച്ച് മാറ്റാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു 4th സ്റ്റേജ് ഒക്കെ ആയാലും നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് ഇവിടെ തന്നെ ചിലവർക്ക് ക്യാൻസർ വന്നിട്ട് നമുക്കറിയാം. ക്യാൻസർ പണ്ട് പറഞ്ഞത് എന്താ, ലഹരി പദാർത്ഥങ്ങളിൽ നിന്നാണ് ക്യാൻസർ വരിക എന്ന് പണ്ട് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അതിനൊക്കെ വിപരീതമായിട്ട് ഒരു ലഹരി ഉപയോഗിക്കാണ്ട് ഒരു കുട്ടിക്ക് 1 വയസ്സായപ്പോ തന്നെ ബ്രെയിൻ ട്യൂമർ വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. തലച്ചോറില് ക്യാൻസർ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്താ, കുട്ടി ജനിച്ചപ്പോ തന്നെ ലഹരി ഉപയോഗിച്ചിട്ടല്ല, നമ്മുടെ ചുറ്റുപാടും പരിസരത്തും ഒക്കെ നമുക്ക് എന്ത് വരാം, ഈ ക്യാൻസർ വരാമെന്നാ പറയും. ക്യാൻസറിന് മരുന്നൊന്നും ഇല്ല, കീമോ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുക. പക്ഷെ ക്യാൻസറിനും ഒരു മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സമുദ്രത്തിനടിയിൽ ഒരു കടൽ വെള്ളരിക്ക പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതിൽ നിന്ന് ക്യാൻസറിനുള്ള മരുന്ന് കണ്ടെത്തുകയാണ് ശാസ്ത്രജ്ഞര്. സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ശുചീകരണികൾ എന്ന അറിയപ്പെടുന്ന ഈ കടൽ വെള്ളരിക്കകളിലെ ഒരു ഇനമായിട്ടുള്ള ഹോളോത്തൂറിയ ഫ്ലോറിഡാന എന്ന കടൽ വെള്ളരിക്കയിലെ ഫ്യൂക്കോസിലേറ്റസ് കോണ്ടോയിറ്റിൻ സൾഫേറ്റ് എന്ന സംയുക്തം നമ്മൾ ക്യാൻസർ കോശത്തെ വ്യാപിപ്പിക്കുന്ന സൾഫ് 2 എൻസൈം, നമ്മൾ ക്യാൻസറിനെ വ്യാപിപ്പിക്കാൻ, നമ്മുടെ ശരീരത്തിലുള്ള ക്യാൻസർ കോശത്തെ വ്യാപിപ്പിക്കാൻ സഹായിക്കുന്ന സൾഫ് 2 എൻസൈമിനെ ഇല്ലാണ്ടാക്കാൻ ആർക്ക് കഴിയുന്നുണ്ട്? ഈ കടൽ വെള്ളരികൾക്ക് കഴിയുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഇത് കാരണം രക്തകട്ട പിടിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രകൃതിക്ക് ദോഷമല്ല, നമുക്ക് ദോഷമല്ല എന്നൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇനി ഭാവിയിലൊക്കെ അത് സുലഭമായിട്ട് ലഭിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ക്യാൻസറിനുള്ള മരുന്നുകൾ കൂടുതലായിട്ട് വന്ന ആ രോഗത്തെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ പണ്ട് മുതലേ കേട്ടു വരുന്ന ഒരു ചോദ്യമാണ്, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായിട്ടുള്ളത്? ആരാ? കോഴിയാണോ? കോഴി എന്ന് പറയുന്ന ആൾക്കാരൊക്കെയാ? കൈ വന്ദിക്കുക. കോഴി എന്നുള്ളവരൊക്കെ കൈ വന്ദിക്കുക. സന്ധ്യ ചേച്ചി, ഗിരിജ ചേച്ചി, വിജയലക്ഷ്മി ചേച്ചി, ഉഷ ചേച്ചി, 2 ആൾക്കാരെ കൂടി. പിന്നെ മുട്ടയാണോ ആദ്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളവരെ കൈ വന്ദിക്കുക. ഏതാ? കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായിട്ടുള്ളത്?
കോഴി അല്ലേ? കോഴിയാണ് ആദ്യം ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത്. കാരണം നമ്മൾ കോഴിമുട്ടയുടെ പുറത്തുള്ള വെള്ളത്തോട് ഉണ്ടല്ലോ, ആ വെള്ളത്തോട് കട്ടിയുള്ളതാണോ കട്ടിയില്ലാത്തതാണോ? കട്ടി ഇല്ലാത്തതാണോ വെള്ളത്തോട്? ആ കട്ടിയുള്ളത് അല്ലേ? ആ കോഴിമുട്ടയുടെ കട്ടിയുള്ള തോടിന് അത് കട്ടിയുള്ളതാവാൻ വേണ്ടിയിട്ട് OC17 അഥവാ ഓവോ ക്ലീഡിൻ 17 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് ഈ കോഴിമുട്ടയുടെ തോടിന് കട്ടി നൽകുന്നത്. ഇത് നമ്മൾ കോഴിയുടെ എവിടെ ഉണ്ടാവുക? അണ്ടാശയത്തിൽ മാത്രമാണ് ഈ ഒരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുക. അപ്പൊ കോഴി ഉണ്ടായാലല്ലേ കോഴിയുടെ അണ്ടാശയത്തിൽ ഈ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം കോഴി ഉണ്ടായിട്ട് മുട്ട വന്നിട്ടാണ് എന്തുണ്ടായി, അങ്ങനെ പ്രോട്ടീൻ ഉൽപ്പാദിച്ചിട്ടാണ് മുട്ട വന്നത്. അപ്പൊ ഇനി ആരെങ്കിലും ചോദിച്ചാൽ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായി ചോദിച്ചാൽ എന്താ പറയാ? കോഴി. ഇവിടെയുള്ള ആർക്കെങ്കിലും കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായി ചോദിച്ചാൽ എന്താ പറയാ? കോഴി. എനിക്കും അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ ശാസ്ത്രജ്ഞന്മാര് ഇപ്പൊ അടുത്ത് കണ്ടെത്തിയതാണ് കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ അടുത്താണ് കണ്ടെത്തിയത് തോന്നുന്നു. നമുക്ക് ഓരോ പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ബാലസംഘത്തിനൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ ചോദിക്കും കോഴിയാണോ അല്ലെങ്കിൽ മുട്ടയാണോ ആദ്യം ഉണ്ടായിരുന്നത്. അത് നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല. ചിലവർ പറയും മുട്ടയാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ പറയും കോഴിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ടൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ്. ആരാണ് ആദ്യം ഉണ്ടായത്? കോഴി. കോഴിയുടെ ഉള്ളിലുള്ള ഈ അണ്ടാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പ്രോട്ടീൻ ആണ് മുട്ടയ്ക്ക് ആ തോടിന് കട്ടി നൽകുന്ന ഒരു ഇതുണ്ട്. അതുണ്ടാകുമ്പോഴുള്ള മുട്ടയിൽ വരിക. അങ്ങനെയാണ് കോഴി ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മാസത്തില് ഞാൻ കണ്ടെത്തിയിട്ടുള്ള പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ. ഇനിയും ബാക്കിയുള്ള മാസങ്ങളിൽ ഒന്നും കൂടി ശ്രമിക്കാം, ഒന്നും കൂടി മുന്നോട്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു.